ഞാനവിടെ എന്താ കണ്ടേന്ന് എല്ലാവർക്കും അറിയേണ്ടത്. ഞാനവിടെ എന്താ കണ്ടേ? എന്താ ഉണ്ടായേ? ഞാൻ ആരോടും പറഞ്ഞില്ല. ഒരു കമ്മാന്ന് ഒരക്ഷരം. ഞാൻ ആരോടും പറഞ്ഞില്ല. അപ്പോഴേക്കും എല്ലാരും പോയി. പിന്നെ ഞാൻ ആദിനോട് പറഞ്ഞു, ഞാൻ അവിടെ എന്താ കണ്ടേന്ന്. സ്വർണ്ണത്താമരക്കുളം. ആദ്യം വിശ്വസിച്ചില്ലാട്ടോ. പക്ഷെ ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. അപ്പോഴേക്കും ദാ വരുന്നു വല്യച്ഛൻ. ആദിനെ ഓടിച്ചു വിട്ടു. എന്നോട് പറഞ്ഞു, ഞാനവിടെ എന്താ കണ്ടെങ്കിലും അത് മനസ്സിൽ തന്നെ വെച്ചാ മതി. ആരോടും പറയണ്ടാന്ന്. ആരോടെങ്കിലും പറഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് നീ തന്നെ അനുഭവിക്കണമെന്ന് പറഞ്ഞു. അതിനർത്ഥം എനിക്ക് മനസ്സിലായില്ല. പിറ്റേ ദിവസം ചേച്ചിയുടെ ഓർമ്മ ദിവസമായിരുന്നു. കടപ്പുറത്ത് അച്ഛൻ ബലിയിടുന്ന സമയത്ത് ഞാൻ നിന്നു. ഒരുപാട് ആലോചിച്ച് നിന്നു. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. ചേച്ചിയും വല്യമ്മൂമ്മയും ഒന്നും അബദ്ധവശാൽ മരിച്ചതല്ല. കൊന്നത് തന്നെയാ. ആരാ? എന്തിനാ? വല്യച്ഛന് അതിലെന്താ പങ്ക് എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എന്തൊക്കെയോ ഉണ്ട്.